യശയ്യാപ്രവചനം 42-ാം അധ്യായം 22-23 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. എന്നാൽ ഇത് മോഷ്ടിച്ചും കവർന്നും പോയിരിക്കുന്ന ഒരു ജനമാകുന്നു. അവരൊക്കെ ഈ കുഴികൾ കുടുങ്ങിയും കാരാഗ്രഹങ്ങളിൽ അടയ്ക്കപ്പെട്ടുമിരിക്കുന്നു. അവർ കവർച്ചയായിപ്പോയി ആരും വിടുവിക്കുന്നില്ല. അവർ കൊള്ളയായിപ്പോയി മടക്കി തരിക എന്ന് ആരും പറയുന്നതുമില്ല. നിങ്ങളിൽ ആർ അതിന് ചെവി കൊടുക്കും? ഭാവികാലത്തേക്ക് ആർ ശ്രദ്ധിച്ചു കേൾക്കും? രാത്രി ആത്മാവിന്റെ സാന്നിധ്യം ഞങ്ങളുടെ മധ്യയുള്ള ഞങ്ങളോട് സംസാരിക്കുന്നത് ഹൃദയത്തെ തുടരണമേ കർത്താവേ. ദൈവത്തിൽ തന്നെ സമർപ്പിച്ചിരിക്കുന്നു യേശു നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിക്കുന്നിടത്തു മാത്രമേ വചനം സൃഷ്ടിപ്പ് നടത്തത്തുള്ളൂ. Amen. Only where the God's Spirit is at work, the God's word is established. Amen. Amen. ആരെത്ര പ്രസംഗിച്ചാലും ആത്മാവിന്റെ പരിവർത്തനം നമ്മിൽ നടക്കുന്നില്ലെങ്കിൽ വചനം അതിന്റെ ഫലം നൽകത്തില്ല. Amen. Whoever preaches, no matter, but if God's Spirit doesn't work in us, there won't be God's word fulfilled in our life. പുസ്തകം 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നല്ലോ, പാഴും ശൂന്യമായി തീർന്ന ഭൂമി. In the book of Genesis chapter 1 we read that earth was void and empty. ഒരു സാധ്യതയുമില്ല. There was no possibility to become full. ഇരുൾ അതിന്റെ മുകളിൽ വ്യാപരിച്ചു നിൽക്കുകയാണ്. There was darkness covering the earth. ദൈവത്തിന്റെ ആത്മാവ് അവിടെ പരിവർത്തിച്ചപ്പോൾ the Spirit of God was started hovering upon the waters. അവിടെ വചനത്താൽ ചിലത് ഉളവായി വരികയാണ്. Creation took place by the word of God. Hallelujah. Hallelujah. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന്റെ ചലനം നിന്റെ അകത്തുണ്ടെങ്കിൽ വചനത്തിന്റെ ശക്തി നിന്നിൽ വ്യാപരിക്കും. If you have the Holy Spirit working in you, you could experience the power of God's word in your life. വചനം വെറുതെ മടങ്ങി വരാതെ അയച്ച കാര്യം സാധിപ്പിക്കും. The word will not go empty. It will go forth to the purpose that is for God sent it. ഇന്ന് രാത്രി ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുന്ന ഒരു ദൈവമാണ് നമ്മുടെ. God's word can create everything out of nothing. വിത്തില്ലാതെ സസ്യങ്ങൾ മുളച്ചു വരുവാൻ ദൈവത്തിന് സാധ്യമാണ്. And God could germinate even the creation without having its seed. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. Therefore let's be in the prayerful attitude in the presence of God. രാത്രി പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കും. That God's Spirit speak to us. എത്ര പേര് വിശ്വസിക്കുന്നു? How many of you believe that? എത്ര പേര് അതിനെ താല്പര്യത്തോടെ? How many of you interested? Hallelujah. Hallelujah. യശയ്യാപ്രവചനം 42-ാം അധ്യായമാണല്ലോ നമ്മൾ ചിന്തിക്കുന്നത്. We have already read from Isaiah chapter 42. ദൈവത്തിന്റെ സ്വന്തം ജനം. In God's own people. Isaiah chapter 42 is talking about God's people. ദൈവത്തിന്റെ ഉള്ളങ്കരത്തിൽ ദൈവം താങ്ങിക്കൊണ്ടുവന്ന ജനം. The people whom God carried on his palm. ഒരു കഴുകൻ തന്റെ കുഞ്ഞിനെ ചിറകിന്റെ മീതെ വഹിക്കുന്നത് പോലെ അവനെ വഹിച്ചു കൊണ്ടുപോയ ദൈവം. The God who carried his people like an eagle carries its young ones on its pinions. അവരുടെ ഇന്നത്തെ സ്ഥിതി പ്രവാചകനിലൂടെ ദൈവാത്മാവ് വെളിപ്പെടുത്തുകയാണ്. And now the Holy Spirit is speaking through the prophet the present condition of God's people. റോമാലേഖനം 9-ാം അധ്യായം 4-ാം വാക്യത്തിൽ പൗലോസ് ഇസ്രായേലിനെ കുറിച്ച് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. In the book of Romans chapter 9 Paul is talking about the present condition of Israel. അവർക്ക് പുത്രത്വം ലഭിച്ചവരാണ്. They have the sonship. തേജസ്സ് ലഭിച്ചവരാണ്. They have the glory. അവർക്ക് ഉടമ്പടി ലഭിച്ചവരാണ്. They have the covenant. അവർക്ക് ന്യായപ്രമാണം ലഭിച്ചവരാണ്. They have the law of God. അവർക്ക് വാഗ്ദത്തങ്ങൾ ലഭിച്ചവരാണ്. They have the promises. അവർക്ക് പുത്രത്വം ലഭിച്ചവരാണ്. They have the sonship. പിതാക്കന്മാർ അവർക്കുള്ളവരാണ്. They have the patriarchs. നമ്മുടെ കർത്താവ് അവരിൽ നിന്നാണ് ഉത്ഭവിച്ചത്. Jesus was born out of them. എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു ജനം. And how blessed the people they are. ഹല്ലേലൂയ. Hallelujah. രാത്രി നമ്മുടെ അവസ്ഥയും നമുക്കൊന്ന് തുലനം ചെയ്ത് നോക്കാം. We need to examine our present situation today in the presence of God. എത്ര കരുതലോടാണ് ദൈവം നമ്മളെ വിളിച്ചത്. And how merciful is our God that he called you. ഈ ദിവസങ്ങളിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന പോലെ അവന്റെ കൃപ എത്ര വലുതായി നമ്മുടെ മേൽ അവൻ ചൊരിഞ്ഞു
actually God, given His grace in our lives. ഹല്ലേലൂയ. Hallelujah. എന്നാൽ ഇന്ന് രാത്രി നമ്മുടെ ആത്മീയ സ്ഥിതി എങ്ങനെ ഇരിക്കുന്നുവെന്ന് നാം നമ്മെ ശോധന ചെയ്യണം. But we need to examine our spiritual condition in the presence of God. ഹല്ലേലൂയ. Hallelujah. Praise the Lord. Amen. ഞാനൊരു കാര്യം പറയാണ്, എന്നെ പ്രസാദിപ്പിക്കാൻ ആരും സ്വതന്ത്രം പറയരുത്. I want to say something to you. നിങ്ങൾ ആരും സ്വതന്ത്രം പറഞ്ഞാലും 5 മണിക്കൂർ ഇവിടെ നിന്ന് പ്രസംഗിക്കാൻ എനിക്കറിയാം. I am not asking you to, I am not forcing you to say hallelujah or praise the Lord. Amen. Even if you don't say Amen. stotram, I can still preach for 5 hours. ചുമ്മാ സ്വതന്ത്രം പറയുകയും ചെയ്യരുത്. And do not simply say stotram. ദൈവാത്മാവ് ഹൃദയത്തിന്റെ അകത്ത് പരിശുദ്ധാത്മാവ് ചലിപ്പിക്കുന്നെങ്കിലേ സ്വതന്ത്രം പറയാം. And unless and until you are moved by the Holy Spirit, you should say stotram. Otherwise, don't say thanks to God. പരിശുദ്ധാത്മാവ് ചലിപ്പിച്ചിട്ടും നീ സ്തോത്രം പറയാതെ പിടിച്ചു വെക്കുന്നെങ്കിൽ അത് നിനക്ക് പാപമായിട്ട് മാറും. Amen. But even if God's Spirit is moving your heart to praise Him, but still you are not withholding it, that will become a sin in your life. ഇവിടെ ദൈവമക്കളായിരിക്കുന്ന 4 അവസ്ഥകളെ കുറിച്ച് വെളിപ്പെടുത്തുകയാണ്. And in this 42 chapter Isaiah, we could see the 4 conditions of God's people. ഒന്നാമത് അവരിൽ ഉണ്ടായിരുന്ന വിലപ്പെട്ടതിനെ കള്ളൻ മോഷ്ടിച്ചെടുത്തു. Number 1, the thief robbed what was precious in their life. ഇന്ന് രാത്രി നമുക്ക് ഒരു മോഷണം എന്ന് പറയുന്നത് എന്നറിയാമോ? നമ്മൾ അറിയാതെ, നാം പോലും അറിയാതെ, വളരെ രഹസ്യമായി, വളരെ തന്ത്രപരമായി ഹല്ലേലൂയ നിന്നിൽ നിന്ന് എടുക്കുന്നതിനെയാണ് മോഷണം എന്ന് പറയുന്നത്. The word robbery can be defined as something, skillfully without your knowledge robbed from your life. ഒരു ഉദാഹരണം ഞാൻ പറയാം. നിങ്ങൾ ഇവിടെ നിന്ന് ട്രെയിനില് മൻഹാട്ടനിൽ പോവാണെന്ന് വിചാരിച്ചു. If you're traveling on train to Manhattan, നിങ്ങളുടെ പോക്കറ്റിൽ നിങ്ങളുടെ വാലറ്റ് ഉണ്ട്. you have the wallet in your pocket. നിങ്ങൾ അത് ഇടയ്ക്കിടയ്ക്കൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. Amen. You've been examining it, in time between. പക്ഷേ മൻഹാട്ടനിൽ ചെന്നിറങ്ങിയപ്പോൾ പേഴ്സില്ല. But once you reached Manhattan, someone robbed your wallet. വിലപ്പെട്ടതെല്ലാം അതിനകത്ത് ഇരിക്കുകയാണ്. Oh, all your precious documents were in that wallet, but someone has stolen it. നിന്റെ ബാങ്ക് കാർഡ്, ATM കാർഡ്, ഇൻഷുറൻസ് കാർഡ് എല്ലാം ഇതിന്റെ അകത്ത് വെച്ചിരിക്കുകയാണ്. Everything that precious in your life, like your ATM card, your ID, everything was in that wallet. ഹലോ. Hallelujah. Amen. ചിലരുടെ ഇരിപ്പ് കണ്ടാൽ എല്ലാം കൊണ്ടുപോയതാ. വിലപ്പെട്ടതെല്ലാം അവരെ കൊണ്ടുപോയി. Sometimes we become so depressed in life when you lose all precious things in your life. ഹല്ലേലൂയ. Hallelujah. ദൈവം നമുക്ക് തന്ന വിലപ്പെട്ടത് ശത്രു മോഷ്ടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി മടക്കി പ്രാപിക്കുന്ന രാത്രിയാണ്. And you need to reclaim what this thief has stolen from your Christian life. ഹല്ലേലൂയ. Amen. എത്ര പേർക്ക് ഇന്ന് രാത്രി അത് മടക്കി പ്രാപിക്കണം ആഗ്രഹം? How many of you, have a desire to reclaim what Satan has stolen from your life? ദൈവം നമുക്ക് തന്നതെല്ലാം നമ്മളിൽ ഉണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ഇരിക്കത്തില്ല. And if you have all the precious things in your life, you cannot be silent in the presence of God. എവിടൊക്കെയോ എന്തൊക്കെയോ ചിലതൊക്കെ എഴുതിയിട്ടുണ്ട്, മോഷ്ടിച്ചിട്ടുണ്ട്. You know why people are silent in the presence of God? Because something precious has been stolen by Satan. മോഷ്ടിപ്പാനും അറപ്പാനും കുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. Amen. As the gospel says, thief comes only to steal, kill and destroy. എന്നാൽ എന്റെ കർത്താവ് വരുന്നത് നിനക്ക് ജീവൻ തരുവാനാണ്. But Jesus comes to give you life in abundance. ഹല്ലേലൂയ. Hallelujah. ഇന്ന് രാത്രി ഉപവാസ പ്രാർത്ഥന കഴിയുമ്പോൾ ഒരു ജീവൻ വെച്ചവരായി, ജീവൻ പ്രാപിച്ചവരായി മടങ്ങുക. As we leave this sanctuary tonight, you need to go with the abundant life from God. എന്റെ കർത്താവ് തരുവാൻ വിശ്വസ്തനാണ്. And God is faithful to give you the abundant life. ഹല്ലേലൂയ. Hallelujah. രണ്ടാമത് പറയുന്നു, നിന്നിൽ നിന്ന് ചിലത് കവർന്നെടുത്തു. Something is robbed from you. എപ്പോഴാണ് നമ്മിൽ നിന്ന് കവർന്നെടുക്കുന്നത്? When it is robbed from your life. നീ അറിയാതെ അല്ല കവരുന്നത്. But it is not, without your knowledge, or it is not in your ignorance, something is robbed from your life. നിന്നിലുള്ളത് ബലമായി പിടിച്ചെടുക്കുകയാണ്. It is forcefully taken from your life.
ദൈവം നിന്നെ ബലമുള്ളവനായി ശക്തിയുള്ളവനായി ദൈവസന്നിധിയിൽ നിർത്തിയപ്പോൾ നീ ബലഹീനനായി മാറിയപ്പോൾ നിന്നിൽ ബലപ്പെട്ടതെല്ലാം ശത്രു കവർന്നെടുത്തിരിക്കുകയാണ്. And when God established you, when God made you powerful, still because of your ignorance, Satan has robbed something from your life. ആമേൻ. Amen. നിറയെ ചരക്കുമായി പോയ ഒരു കപ്പൽ സൊമാലിയ കൊള്ളക്കാര് വന്ന് 4 വശവും തോക്കുചൂണ്ടി വളഞ്ഞ് അതിൻ്റെ അകത്തെ കപ്പലും ചരക്കുകളുമെല്ലാം പിടിച്ചെടുത്തതുപോലെ ഇന്ന് രാത്രി ശത്രു നിന്നിൽ നിന്ന് വിലപ്പെട്ടതിന് പിടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തോട് മടക്കി ചോദിച്ചാൽ പരിശുദ്ധാത്മാവ് പറയുന്നു, ഞാനത് നിനക്ക് മടക്കി തരാം. Amen. Just like a ship was attacked from all around by the pirates, if something has been stolen from your life, ask God, cry out in the presence of God, He will give you back it. Amen. Amen. മൂന്നാമത് പറയുന്നത് കുഴികളിൽ കുടുക്കിയിരിക്കുന്നതാണ്. Amen. Thirdly, they were caught in the pits. ഒരിക്കലും തിരിച്ചു കയറി വരാൻ കഴിയാത്ത നിലയിൽ ചില കുരുക്കുകൾക്കകത്ത് ചില കുഴികൾക്കകത്ത് വിലപ്പെട്ട ചിലതിനെ പിശാച് കുടുക്കിയിട്ടുണ്ട്. Just like a dangerous pit, many people are caught in the dangerous pit of Satan, so that they could not come out of from their pits. ഹല്ലേലൂയ. Amen. ദൈവത്തിന് പ്രയോജനമുള്ള ചിലതിനെ, ദൈവത്തിന് ഉപയോഗമുള്ള ചിലതിനെ ഹല്ലേലൂയ ഉയർന്നു വരാതിരിക്കുവാൻ ഹല്ലേലൂയ ശത്രു ചില കുടുക്കുകളിൽ കുരുക്കിയിട്ടിരിക്കുന്നെങ്കിൽ, ചില കുഴികൾക്കകത്ത് അതിനെ അകപ്പെടുത്തിയിരിക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രി എത്ര പേര് ദൈവത്തോട് ചോദിക്കും? Hallelujah. If you are in a dangerous pit, if you are in a place that you could not come out, how many of you will cry out, God, save me from this pit? രാത്രി ഞാൻ ഒരു കാര്യം വിളിച്ചു പറയാം, നിന്റെ തലമുറ ദൈവത്തിന് പ്രയോജനപ്പെടേണ്ടവനാണ്. Amen. Tonight I will proclaim something. Your generation, your children should be useful for the kingdom of God. നിന്റെ തലമുറ ദൈവത്തിന് വേണ്ടി അധ്വാനിക്കേണ്ടവനാണ്. Your child should labor for God's kingdom. പക്ഷേ അവൻ പോലും അറിയാതെ അതിനെ ഒരിക്കലും ഉയർന്നു വരുവാൻ കഴിയാത്ത നിലയിൽ ചില കുഴികൾക്കകത്ത് അവൻ പെട്ടുകിടക്കുകയാണ്. But your children have been, endangered by Satan's scheme, so that he could not be useful for God. ഹല്ലേലൂയ. Hallelujah. ചില പക്ഷികളെ വേടൻ കുഴിക്കിട്ട് പിടിക്കുന്നത് പോലെ, As the birds are caught in a trap, many children are trapped by Satan. ആകാശത്തൂടെ പറന്നു നടന്ന ചില പക്ഷികളെ ഹല്ലേലൂയ വലവിരിച്ച് പിടിക്കുന്നത് പോലെ നിന്റെ തലമുറയെ പിശാച് പിടിച്ചു വച്ചിരിക്കുന്നുവെങ്കിൽ, As the children are caught by Satan like a birds flying on the sky, caught in a net. എത്ര പേര് ഈ രാത്രി മടക്കി ചോദിക്കുവാൻ How തയ്യാറാണ്? many of you will ask back your children from the hold of Satan? കാട്ടിലൂടെ ഓടിച്ചാടി നടന്ന ചില മൺപേടകളെ, ചില മൃഗങ്ങളെ ഹല്ലേലൂയ കുഴി കുഴിച്ച് അതിന്റെ അകത്ത് ചാടിച്ച് അതിന്റെ അകത്ത് ഒട്ടം കറക്കി മേപ്പോട്ട് കയറുവാൻ കഴിയാത്ത നിലയിൽ ശത്രു അതിനെ ആക്കി വെച്ചിരിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി നീ ദൈവത്തോട് ചോദിച്ച് സ്വർഗ്ഗം അതിനെ മടക്കി തരും. If your children are trapped like, the animals trapped by the hunters, tonight ask God's Spirit, give back my children. Oh, from every trap, from every dangers, from every pit that they are caught by Satan. ഹല്ലേലൂയ. Man, man. ചില രഹസ്യ പാപങ്ങളിലും ചില ബന്ധനങ്ങളിലും അവരെ അകപ്പെടുത്തി. Amen. Hallelujah. Our children are caught in secret sins and in secret dangers. ഹല്ലേലൂയ. Hallelujah. അവരുടെ ലക്ഷ്യബോധം നഷ്ടപ്പെട്ടു. And they lost the purpose of their life. അവരുടെ പ്രത്യാശ നഷ്ടപ്പെട്ടു. They lost their hope in Christ. അവരുടെ വിശ്വാസം നഷ്ടപ്പെട്ടു. They lost their faith in God. അവരുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു. They lost their liberty in Christ. ഇന്ന് രാത്രി സ്വാതന്ത്ര്യത്തിലേക്ക് മടങ്ങി വരുവാൻ എത്ര പേർ ആഗ്രഹിക്കുന്നു? How many of you desire to come back to the freedom? നിന്റെ തലമുറ ഇതിന്റെ അകത്ത് ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുവാൻ, ആത്മാവിൽ നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിക്കുവാൻ എത്ര പേർ കൊതിക്കുന്നുണ്ട്? How many of you are desirous to see your children worship the Lord in Holy Spirit's power? ഹല്ലേലൂയ. Hallelujah. 124 സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ When we read Psalm number 124. എനിക്ക് എല്ലാം ഒന്നും തൊടാൻ സമയമില്ല. Amen.
അതിലെ 6-7 വാക്യങ്ങൾ വായിക്കുമ്പോൾ 2 കാര്യങ്ങളോട് പറഞ്ഞുകൊണ്ട്, ഒന്ന്, നമ്മെ ശത്രുവിന്റെ പല്ലിന് ഇരയായി കൊടുക്കുകയാണ്. Amen. In Psalm number 124, it says that God did not allow us to be swallowed by the teeth of the enemies. സമാധാനത്തോടെ ജീവിക്കുന്നതിന്റെ കുടുംബത്തിൽ, ഹല്ലേലൂയ, ഇതിന്റെ തലമുറയിൽ, ഹല്ലേലൂയ, സ്വസ്ഥത കൊടുക്കാതെ വേണം പല്ലിനെ ഇരയാക്കുവാൻ തക്കവണ്ണം ശത്രു കഴിഞ്ഞ നാളുകളിൽ നിന്റെ ഭവനത്തോട് പോരാടിയെങ്കിൽ ഇന്ന് രാത്രി വിടുവിച്ച ദൈവത്തെ You know, if God saved you from the teeth of the enemy, how many of you can praise God? God, thank you for saving me, saving my children from the traps of Satan. സംഘടനത്തിലെ പല കാര്യങ്ങളുണ്ടെന്ന് ശത്രു നമ്മളെ വിഴുങ്ങുവാൻ ഭാവിച്ചതാണ്. You know, sometimes, 124 says, even, enemy tried to swallow us. ജീവനോടെ വിഴുങ്ങിക്കളയുവാൻ. Satan tried to swallow us. ഹല്ലേലൂയ. Amen. ഹല്ലേലൂയ. Amen. ജീവനോട് വിഴുങ്ങിക്കളയുവാൻ ശത്രു നിന്റെ നേരെ പാഞ്ഞെടുത്തപ്പോൾ അവിടെ നിന്ന് വിടുവിച്ച ഒരു സ്വർഗ്ഗമുണ്ട്. When enemy tried to swallow you alive, that God saved you. അവിടെ അടുത്ത പറയുന്നു, വെള്ളം നിന്നെ ഒഴുക്കൊണ്ടുപോകുമായിരുന്നു. And even the waters would have carried you away. വെള്ളം നിന്റെ തലയ്ക്ക് മീതെ കവിഞ്ഞു പോകുമായിരുന്നു. The waters would have swept you away. എത്രയോ പ്രതിസന്ധികൾ, എത്രയോ പ്രതികൂലങ്ങൾ തലയ്ക്കും മീതെ കവിഞ്ഞു വന്നപ്പോൾ ഇനി നിനക്ക് രക്ഷയില്ല എന്ന് പലരും നിന്നെ കുറിച്ച് പറഞ്ഞപ്പോൾ, Amen. When you have gone through severe difficulties in your life, when you are overwhelmed by problems in your life, ഇന്ന് രാത്രി ദൈവം നിന്റെ തല ഉയർത്തുകയോ. the God is the lifter of your head. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ശത്രു നമ്മളെ അവന്റെ പല്ലിനിരയായി തീർക്കുവാൻ അതേ പാഞ്ഞെടുത്ത സന്ദർഭങ്ങളുണ്ട്. There were times in our life Satan tried to swallow us alive. There were times in our life Satan tried to put us in the prey for his teeth. 7-ാം വാക്യം പറയുന്നത്, ഹല്ലേലൂയ, ഒരു പക്ഷി, ഹല്ലേലൂയ, വല പൊട്ടിച്ച്, ഹല്ലേലൂയ, അവന്റെ കടിയിൽ നിന്ന് പുറത്തു വന്നതുപോലെ ദൈവം നിന്നെ പുറത്തെടുത്ത എത്ര അവസരങ്ങളുണ്ട്. Among 127, 24:7 says, how many times God saved your life just like a bird escaped from the snare of the hunter. ഒരിക്കലും അതേ പൊട്ടാത്ത, ഹല്ലേലൂയ, കുരുക്ക വലയ അവൻ നിനക്ക് വേണ്ടി നെയ്ത് എന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി നിന്റെ മേൽ വന്നപ്പോൾ നീ അവയെ പൊട്ടിച്ചു കളഞ്ഞു. നീ അതിന്റെ കുരുക്കളെ തകർത്തു കളഞ്ഞു. അതിന്റെ വലയെ നീ പൊട്ടിച്ചു കളഞ്ഞു. How many times Satan tried to trap your life, but you came out of the snare of the trapper by the power of the Holy Spirit. ഹല്ലേലൂയ. Hallelujah. Glory. നാലാമത് പറയുന്നത് Amen. തടവിലാക്കപ്പെട്ട ജനം. Chapter, the fourthly, the people, those who were imprisoned. കർത്താവിനായി പ്രയോജനപ്പെടേണ്ട ചിലതിനെ, എല്ലാത്തിനെയും അല്ല. The people who were supposed to be useful for God. കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടേണ്ട ചിലതിനെ, The people, those who were supposed to be useful for God. ഹല്ലേലൂയ, Amen. ആത്മീകമായി മുന്നേറുവാൻ കഴിയാതെ, They could not forward, they cannot grow spiritually in life. ആഴമുള്ളതും ഇരുട്ടു നിറഞ്ഞതും മറഞ്ഞിരിക്കുന്നതുമായ ചില ഗുഹകൾക്കകത്ത് അതിനെ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. Satan tried to hide them in darkest place so that they may not be useful for God. ഇതിനകത്ത് ശ്രദ്ധിക്കണേ. Listen carefully. ഹല്ലേലൂയ, ദൈവത്തിന് പ്രയോജനമുള്ള ചിലത് ഇതിനകത്തിരിപ്പുണ്ട്. അതിനെ പുറത്തു കൊണ്ടുവരാതെ ഗുഹക്കകത്ത് ശത്രു ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് പോലെ, നിന്നെ മറച്ചു വെച്ചിരിക്കുന്നത് പോലെ ഇന്ന് രാത്രി ആയിരിക്കുന്നുവെങ്കിൽ ഗുഹ ഹല്ലേലൂയ പൊട്ടിച്ച് നീ പുറത്തു വരണം. If you are inside a cave that you cannot come, you must believe in the power of the Holy Spirit so that you could come out of those caves and you can be useful for the kingdom of God. ഹല്ലേലൂയ. Amen. പിശാചിനറിയാം നിന്റെ തലമുറ സഭയ്ക്കകത്ത് വന്നാൽ അവൻ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടും. അവൻ ദൈവത്തിന് വേണ്ടി ശക്തിയോടെ നിൽക്കും. അവനെ മുന്നോട്ട് വിടാതെ വണ്ണം അവനെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു. Satan
Satan knows that if your children, if they come to church and worship the Lord, they would become useful for the kingdom. That's why Satan is trying to hide them in the caves. ഇന്ന് രാത്രി എത്ര പേര് പറയും അതിനെ എനിക്ക് മടക്കി തരണം? How many of you pray tonight, I want to take it back? ഹൃദയം തുറന്ന് ഇന്ന് രാത്രി ഒന്ന് നിലവിളിക്കാമോ? How many of you can cry out? How many of you can cry out? Hallelujah! ഹല്ലേലൂയ! Hallelujah! തലമുറകളെ ഓർത്തു വേദനിക്കുന്ന ചില മാതാപിതാക്കൾ ഇന്ന് രാത്രി എന്റെ വചനം കേൾക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രി നീ ദൈവത്തോട് യാചിച്ചാൽ ദൈവം ചിലത് നിനക്ക് മടക്കി തരും. If any of you crying for your children, for their comeback, ask God, He will give your children back. ഹല്ലേലൂയ! Glory. Praise the Lord. ശത്രു മോഷ്ടിച്ചതും കവർന്നതും കുഴികളിൽ കുടുക്കിയതും കാരാഗ്രഹങ്ങളിൽ ഒളിപ്പിച്ചതുമായിരിക്കുന്ന വിഷയങ്ങൾ എന്തൊക്കെയാ? What are the various things that we discuss in chapter 42? Like Satan tried to trap them, put them in the cave, put them in the pits, put them in the traps. ഇന്ന് രാത്രി മൂന്ന് കാര്യങ്ങൾ ഞാൻ വേഗത്തിൽ പറയാം. Let me say three things, very fast. ഒന്ന്, നിന്റെ ആത്മീയ സമ്പത്തിനെ പിശാച് കൊള്ളയടിച്ചിരിക്കുന്നു. Number one, Satan has robbed your spiritual wealth. എഫേസ്യർ 1:3 പറയുന്നു, സ്വർഗ്ഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുക. According to Ephesians chapter 1 verse 3, Paul says that we have been blessed in Christ with all spiritual blessings in heavenly places. പലർക്കും നഷ്ടമായത് ഏറ്റവും വിലപ്പെട്ട കാര്യം ദൈവത്തെ തന്നെ പലർക്കും നഷ്ടമായിരിക്കുകയാണ്. Many people even lost the presence of God in their life. രാത്രി ഞാനത് പറയുമ്പോൾ വളരെ വേദനയോടും ഉറപ്പോടും കൂടിയാണ് പറയുന്നത്. When I preach this one, I feel it with a lot of pain. Yes. ഇന്ന് രാത്രി ഹല്ലേലൂയ സ്തോത്രം, ദൈവത്തെ നഷ്ടമായി പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി നീ ആദ്യം ചോദിക്കേണ്ടത്, കർത്താവേ എന്നിൽ നിന്ന് എന്റെ ദൈവത്തെ ശത്രു മോഷ്ടിച്ചു കൊണ്ടുപോയെങ്കിൽ എന്റെ ദൈവത്തെ എനിക്ക് മടക്കി തരണം. And tonight, if you lose the presence of God from your life, you need to ask God, I need your presence again back to my life. ഹല്ലേലൂയ. Amen. ഇന്നലെ രാത്രിയിൽ നിന്ന് പകലും നമ്മുടെ ദൈവത്തിന്റെ കൃപയെ കുറിച്ച് കേട്ടല്ലോ. And we heard about the grace of God. അതിന് നമ്മൾ കേട്ട ഒരു പ്രധാന കാര്യം, കൃപ എന്ന് പറയുന്നത് ദൈവത്തിന്റെ നിറവിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. And as we heard, we receive the grace from the fullness of God. നമ്മൾ എത്ര കൃപ പ്രസംഗിച്ചാലും ദൈവത്തിന്റെ നിറവ് നിന്നിലില്ലെങ്കിൽ നിനക്ക് കൃപ കിട്ടത്തില്ല. Whatever we preach, how many hours we preach, unless we receive it from God, we cannot have the grace of God in our life. ഇന്ന് രാത്രി എത്ര പേര് പ്രാർത്ഥിക്കും, കർത്താവേ ദൈവത്തിന്റെ എല്ലാ നിറവിനാലും ദൈവത്തിന്റെ സഭയെ നിറയ്ക്കണമേ. Tonight, how many of you will pray that God, let your church be filled with the all fullness of God? നമുക്ക് ദൈവത്തിന്റെ കൃപ നഷ്ടമായിരിക്കുന്നെങ്കിൽ അതിനെ വൃഥാവാക്കി കളഞ്ഞെങ്കിൽ ഈ ദിവസങ്ങളിൽ ദൈവത്തെ മടക്കി പ്രാപിക്കാം. And if you have lost the grace of God, or if you have used the God's grace in vain, you need to claim it back. ദേവദാസനിന്ന് പലരും ഓർപ്പിച്ചല്ലോ, പാപം നിഗളം. പാപം നിഗളം, പ്രാർത്ഥനയില്ലായ്മ, പ്രാർത്ഥനയില്ലായ്മ, ക്ഷമിക്കാൻ ക്ഷമിക്കാൻ കഴിയാത്ത. Amen. ഹലോ, Amen. Yes. Praise the Lord. Praise God. കൃപ ചോർന്നു പോയിട്ടുണ്ടോ? Have you lost your grace? വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ ഒരു മാർഗ്ഗ സഭയ്ക്ക് തന്നതാ. Hallelujah. The God has given the great power of the Holy Spirit to the believers, which is at work for those who believe. ചിലര് പറഞ്ഞ ഒന്നും പോയിട്ടില്ലെന്നാ. Some people claim that I have not lost anything in my life. ഞാൻ സമ്മതിക്കാം. I agree with you. ക്രിസ്തുവിന്റെ ആത്മാവിന്റെ അകത്ത് വ്യാപരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ സമ്മതിക്കാം. But if God's Spirit is at work in your life, I will agree with you. ഇവിടെ പൗലോസ് എഫെസ്യർക്ക് പറയുന്നത്, വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി ആ ശക്തി ഇപ്പോൾ വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. According to Ephesians 1:19, Paul says that the Holy Spirit is working for those who believe. അന്ന് പിന്നെ വ്യാപരിക്കുമെന്നല്ല, right now ഇപ്പോൾ അത് വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. Paul clearly says that the Holy Spirit is working right now in those who believe in the power of the Holy Spirit. രണ്ടാമത്തെ രാത്രിയിൽ എത്ര പേർക്ക് പറയാൻ കഴിയും, എന്നിൽ അത് വ്യാപരിക്കുന്നുണ്ട്? How many of you can claim tonight that the Spirit of God is right now working in me? ഹല്ലേലൂയ. Glory. എന്നിട്ട് പറഞ്ഞേഎന്താ?
Hallelujah. വാക്ക് വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വാക്കുണ്ട് ഇവിടെ. Amen. അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചു. എങ്ങനെ എഴുതിയേക്കുന്നത്? He worked in him. എങ്ങനെ എഴുതിയത് നോക്കിട്ടോ? അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചു. അത് ശരിയാണോ തെറ്റാണോ? എങ്ങനെ എഴുതണ്ടേ? വിശ്വസിക്കുന്ന നമ്മളിൽ വ്യാപരിക്കുന്ന ശക്തി ക്രിസ്തുവിലും വ്യാപരിച്ചു എന്നാ എഴുതിട്ട് നമ്മുടെ ഭാഷയിൽ. Amen. അല്ലേ? Amen. പക്ഷെ ശക്തിയാണോ ക്രിസ്തു വ്യാപരിച്ചത്? Amen. ആണോ? ഹലോ, Amen. എന്താ വ്യാപരിച്ചേ? പരിശുദ്ധ. Hallelujah. അവൻ Amen. കാര്യസ്ഥൻ Praise God. പരിശുദ്ധാത്മാവ്. Praise God. പരിശുദ്ധാത്മാവ് Amen. ക്രിസ്തുവിൽ വ്യാപരിച്ചപ്പോഴാ മരിച്ചവരിൽ നിന്ന് ഉയർന്നത്. Amen. When the power of resurrection, the power of the Holy Spirit worked in Christ, he was resurrected from the dead. നിന്റെ അകത്ത് ശക്തി വെളിപ്പെട്ടത് കൊണ്ടായില്ല, പരിശുദ്ധാത്മാവ് നിന്റെ അകത്ത് വ്യാപരിച്ചാൽ മരിച്ചവരിൽ നിന്ന് നിന്നെയും ജീവിപ്പിക്കും. Amen. If the same spirit that raised Jesus from the dead, if it is working in your life, you can also receive a resurrection from the dead. നമുക്ക് ശക്തിയല്ല വേണ്ടത്, കൂടെ വരുന്ന പരിശുദ്ധാത്മാവ് വേണ്ടത്. We need power of the Holy Spirit who always follows us, who always works with us. ഇതിനകത്ത് എത്ര പേർക്ക് ഉറപ്പിക്കാം, ഞാൻ എവിടെ പോയാലും ഏത് സ്ഥലത്ത് പോയാലും അല്ല എവിടെ பார்த்தாലും എന്റെ കൂടെ പരിശുദ്ധാത്മാവ് പാർക്കുന്നുണ്ട്. I know how many of you believe tonight that is, wherever I go, wherever I walk, the Holy Spirit as a guide, he walks with me. ഹല്ലേലൂയ. Hallelujah. നൂറ് കാര്യങ്ങൾ പറയാനുണ്ട്. I have hundreds of things to say about the Holy Spirit. നിത്യതയെക്കുറിച്ചുള്ള പ്രത്യാശ ഇല്ലാതായി പോയില്ലേ? You know, even we lost the hope of eternity. ഹല്ലേലൂയ. Amen. ദൈവ സാന്നിധ്യം നമ്മിൽ നിന്ന് വിട്ടുപോയിട്ടില്ലേ? We lost the presence of God from our life. വചനത്തിലുള്ള ആനന്ദം നമ്മിൽ നിന്ന് മാറിപ്പോയില്ലേ? We lost the joy of God's word in our life. ദൈവത്തിലുള്ള ആശ്രയം നമ്മിൽ നിന്ന് കുറഞ്ഞു പോയില്ലേ? Even the trust in our God is limited these days. ആത്മാവിന്റെ വരങ്ങളും ആത്മാവിന്റെ ഫലങ്ങളും ദൈവ സഭയ്ക്കകത്ത് നിന്ന് മാഞ്ഞു പോയില്ലേ? Even the fruit of the Spirit and the works of the Spirit disappeared from the church. ഒരു കാലത്ത് സഭയ്ക്കകത്ത് ആത്മാവിൽ പ്രവചിക്കുന്ന തലമുറ കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. Even there were times in the church, even our young ones used to prophesy in the churches. ആമേൻ. Amen. ഞങ്ങൾ പണ്ടായിരുന്ന സഭയിലെ ഒരു അപ്പന്റെ മകൻ അപ്പനോടുണ്ട് മകനുമുണ്ട്. മകൻ അപ്പനോട് പ്രവചിക്കുക, എന്റെ മകനെ നിന്നെ ഞാൻ അല്ലയോ തകർത്തു കളയുമെന്ന്. സ്വത്രം നടന്ന സംഭവമാണ്, എന്റെ ചെവിക്ക് കേട്ട കാര്യമാണ്. Praise God. മകൻ അപ്പനോട് പ്രവചിക്കുക. Amen. In one of our churches in early days, there was a young boy. He prophesied to his own father saying that, son, I'm going to destroy you. ഒരു പ്രവചന ശബ്ദം കേട്ട് എത്ര നാളായി? How many years you've been waiting to listen a prophetic word in the church? വാലെല്ലാം തലയാക്കുമെന്ന് പറയുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. I'm not talking about a so-called prophecy of prosperity. കുറവുകളെ വെളിപ്പെടുത്തുന്ന, The Holy Spirit who reminds നിന്റെ about പാപത്തെ your sinfulness. ഓർമ്മപ്പെടുത്തുന്ന The Holy Spirit who reminds about your പ്രവചന sinfulness. ശബ്ദങ്ങൾ ദൈവസഭയ്ക്ക് അന്യമായിരിക്കുന്നെങ്കിൽ എത്ര പേര് ചോദിക്കും, ദൈവമേ നമ്മുടെ സഭയ്ക്ക് അത് മുടക്കി തരണമേ? Amen. How many of you pray and desire that God, we need the power of the prophetic ministry in our church, which will remind us about our sinful nature. ഇന്ന് രാത്രി നീ ആത്മാവിൽ കാണ്, നിന്റെ തലമുറ നിന്റെ തലയിൽ കൈവച്ച് നിന്നോട് ദൂത് പറയും. Amen. Tonight read and pray that your own children will prophesy in this church. Yes. Hallelujah. Hallelujah. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? How many of you are desiring for that? അവൻ ഡോക്ടറാകുന്നതല്ല, അവൻ എഞ്ചിനീയർ ആകുന്നതല്ല, അവൻ ദൈവത്തിന്റെ വിശ്വസ്ത പ്രവാചകനാകട്ടെ. Amen. We are not praying to make our children to be doctors and engineers, but moreover, we need to pray that let our children become the prophets of this time. Hallelujah. Amen. എത്ര സമ്പത്ത് നമ്മുടെ കയ്യിൽ നിന്ന് പോയി? How much wealth we lost. പിതാക്കന്മാർക്ക് പണമില്ലായിരുന്നു, Our fathers, they had great properties. നല്ല വീടില്ലായിരുന്നു, They had good houses. നല്ല They വാഹനങ്ങളില്ലായിരുന്നു, had good vehicles. Amen. കഞ്ഞി വെക്കാൻ ഒന്നുമില്ലായിരുന്നു. They have everything for their livelihood. എനിക്ക് എന്റെ ബാല്യത്തെ നല്ല ഓർമ്മയുണ്ട്. I remember about my childhood. ഓമയ്ക്കായുടെ ഇല പുഴുങ്ങി തിന്ന നാളുകളുണ്ട്. Even there were times, they didn't have the necessities of life, even daily food, so they used to eat the leaves of the tree. കപ്പയുടെ ഇല
പുലികിത്തുന്ന നാളുകളുണ്ട്. Even the leaves of the tapioca, they made us their food. എന്റെ കൊച്ചുനാളിൽ കണ്ടിട്ടുണ്ട് ബേത്തോവിൽ വെള്ളം തിളപ്പിച്ചിടും. 1 മണി അരിയില്ല, 3 ദിവസം വരെ ആ വെള്ളം ഊറ്റി കുടിക്കും. I mean, I had seen in my childhood, our mothers, they used to boil waters, expecting someone would bring some rice, but even we used to drink the remaining part of the water of that in the pot, for 3 days. ആരെങ്കിലും നാഴി അരി കൊണ്ടുവന്നാൽ അത് തിളപ്പിച്ച് ഉപദേശിച്ചു കൊടുക്കും ആദ്യം. If someone would bring some rice, it would given to the pastors, those who visit them. സഹോദരന്മാർക്ക് കഴിക്കാനൊന്നുമില്ല. No food for our mothers and to eat in those days. ആരാധനയുടെ മഹത്വം എത്ര വലുതാണ്. But the glory would manifest in the worship. ഹല്ലേലൂയ. ഞാൻ ആഗ്രഹിക്കുന്ന കർത്താവേ, അതുപോലെ ഒരു നല്ല കാലം ദൈവസഭയ്ക്ക് നീ മടക്കി തരണമേ. Hallelujah. I pray for those glorious days should return to our churches. Hallelujah. Hallelujah. രണ്ടാമത് നഷ്ടമായത് What we lost? നമുക്ക് ലഭിച്ചിരിക്കുന്ന പദവികളാണ്. We lost our privileges. നമ്മൾ രക്ഷിക്കപ്പെട്ടപ്പോൾ നമുക്ക് ലഭിച്ച പദവികൾ എന്തെല്ലാം? What are the privileges we received as a believer? ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് ചോദിച്ചാൽ എത്ര എണ്ണം പറയും നിങ്ങൾ? If I ask you, how many you will say? നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ പദവി അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാൻ ആത്മാവിനെ എന്റെ ദൈവം എന്റെ ഹൃദയത്തിൽ തന്നു. Amen. The first privilege that we received from God, that He gave us a spirit of sonship, which would make us to call Him Abba, Father. ഇന്ന് രാത്രി അപ്പോ എന്റെ അപ്പോ എന്റെ അപ്പേ എന്നൊന്ന് വിളിക്കാനുള്ള പ്രാഗൽഭ്യമുണ്ട്. How many of you have that kind of privilege tonight to call your God Abba, my Father? എന്നൊരു കാര്യം പറയാം, അപ്പൻ എന്ന് വിളിക്കാനുള്ള പദവി ആ പ്രാഗൽഭ്യം നിന്റെ അകത്തുണ്ടെങ്കിൽ നിന്റെ പ്രാർത്ഥനയുടെ പോലും ശൈലിമാവും. If you have the privilege, if you identify and realize the privilege of calling your God Abba, Father, your prayer style will change. ദൈവമക്കളെ എന്നോട് ക്ഷമിക്കണേ. But forgive me. നമ്മുടെ പ്രാർത്ഥനയുടെ 90% എന്താ? എന്താ? 90, even more than 90, we pray for our material needs, for our fleshly needs. ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടിയാ. We pray for material needs. Most of our prayers are made for our material needs. ഞാൻ ചോദിക്കട്ടെ, നിനക്ക് സ്വർഗത്തിൽ ഒരു അപ്പൻ ഉണ്ടെങ്കിൽ, if you have a father in heaven, എന്റെ മകൻ ഇവിടെ ഇരിപ്പുണ്ട്, my son is here, അവനൊരു ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അറിയത്തില്ലേ? and if my son has a need, as being his father, I will know it first. അവന് ഫീസ് കൊടുക്കേണ്ട സമയത്ത് എന്നോട് ചോദിക്കത്തില്ല, എനിക്കറിയാം ഫീസ് കൊടുക്കേണ്ട സമയമായെന്ന്. When he is supposed to pay the fees in the college, since I am his father, I know his need. അവൻ ചോദിച്ചാലും ചോദിച്ചില്ലെങ്കിലും സമയമാകുമ്പോൾ ഞാൻ ചെയ്യും. Whether he asks me or not, the right time I would give him the money, the amount for his നീ fees. ദൈവത്തിന്റെ പൈതലാണെങ്കിൽ, If you are a child of God, ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അനേക വർഷങ്ങളായി ഞാൻ എന്റെ വ്യക്തിപരമായ ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാറില്ല. whether you believe it or not, for the last many years, I have never prayed for my personal need. എന്റെ കാലിന് ഇത്രയും പ്രശ്നങ്ങൾ വന്നിട്ടും സൗഖ്യമാക്കാൻ ഞാൻ പറഞ്ഞിട്ടില്ല ദൈവത്തോട്. And even though I had a severe acute pain in my leg, I never prayed to God to heal me. ദൈവസന്നിധിയിൽ നിന്നാ ഞാൻ പറയുന്നത്. I'm saying in the presence of God. കർത്താവേ, നിന്റെ ഹിതം എന്നിൽ വെളിപ്പെടണം. But I pray that God, let your will be done in my life. ഹല്ലേലൂയ. Hallelujah. ഞാൻ ചോദിക്കട്ടെ, നമുക്ക് മരിക്കാൻ എന്താ ഇത്ര പേടി? Why you are afraid of death? Why? Why? രക്ഷിക്കപ്പെടാത്തവന്റെ കാര്യം ഓക്കെ, അവൻ രക്ഷിക്കപ്പെട്ടവനില്ല, അവൻ നരകത്തിൽ പോകും. നീയും മരിച്ചാൽ എങ്ങോട്ടാ? നിനക്ക് ഇവിടെ ഈ ദുഷ്ടത ലോകത്തിൽ ജീവിക്കുന്നതാണോ വലിയ കാര്യം? അതോ എന്റെ അപ്പന്റെ അടുക്കൽ ചെന്ന് അപ്പനോടുകൂടെ സന്തോഷം
As an unbeliever, he must be scared about his death because he knows that he or she would go to hell. But as a believer, you should not fear death because once you die, you are going to be with God forever. പൗലോസ് പറഞ്ഞത് എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു മരിക്കുന്നത് എത്ര പേർക്ക് രാത്രി പറയാൻ കഴിയും നമ്മൾ വലിയ പാട്ടൊക്കെ പാടും പക്ഷേ മരണഭയം ഇന്ന് രാത്രി മാറി പോകട്ടെ. Amen. You know, as Paul says in Philippians, for me to live is Christ and to die is gain. ആമേൻ. ഇന്ന് രാത്രി മരിച്ചാൽ എങ്ങോട്ട് പോകും? Even if you die today, where will go? എങ്ങോട്ട് പോകാ? അപ്പന്റെ അടുത്ത് പോകും. We will go to, Hallelujah. amen, our Father's house. Hallelujah. Amen. നമുക്ക് തന്നിരിക്കുന്ന പദവി എത്ര വലുതാണ്. What a great privilege we have in God. ഹല്ലേലൂയ. Amen. ഹല്ലേലൂയ. Amen. അവകാശികളുടെ പദവി നമുക്കുണ്ട്. So we are the heirs of God. ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിനോടുകൂടി കൂട്ടവകാശികളുമാണ്. We are the heirs of God and co-heirs with Christ. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ക്രിസ്തുവിന്റെ മണവാട്ടി എന്ന പദവി നമുക്കുണ്ട്. We have the privilege of being the bride of Christ. വിശുദ്ധന്മാർ എന്ന പദവി ദൈവം നമുക്ക് തന്നത്. Thirdly, we have the privilege of being called as the saints of God. ക്രിസ്തുവിന് പകരം സ്ഥാനാപതികൾ എന്ന പദവി നമുക്ക് ദൈവം നമുക്ക് തന്നത്. Next, we have the privilege of being the ambassadors of Christ. രാജകീയ പുരോഹിത വർഗം എന്ന പദവി നമുക്ക് ദൈവം തന്നു. And then we have the privilege of being the royal priesthood of God. ലോകത്തിന്റെ വെളിച്ചമായിരിക്കുവാനുള്ള പദവി ദൈവം നമുക്ക് തന്നു. Also, God has given us the privilege of being the light of this world. ഭൂമിയുടെ ഉപ്പായിരിക്കുവാനുള്ള പദവി ദൈവം നമുക്ക് തന്നു. And also, God has given us the privilege of being the salt of this earth. ഈ രാത്രി വല്ല മോട്ടിച്ചിട്ടുണ്ടോ? Have you lost something? Someone robbed you something? ഭൂമിയുടെ ഉപ്പായിരിക്കുന്നുണ്ടോ നമ്മള്? Are you still being the salt of the earth? ലോകത്തിന്റെ വെളിച്ചമായിരിക്കുന്നു നമ്മള്. Are you still being the light of the world? ക്രിസ്തുവിന്റെ സ്ഥാനാപതികളായിട്ടാണോ നമ്മൾ ആയിരിക്കുന്നത്? Okay, are we still the ambassadors of Christ? എത്ര പദവികൾ ശത്രു നമ്മിൽ നിന്ന് മോഷ്ടിക്കുന്നു. How many privileges Satan has robbed from your life? ഹല്ലേലൂയ. Hallelujah. നമ്മൾ തൃപ്തിപ്പെട്ടിരിക്കുക. We are content. ഇപ്പോഴും നമ്മൾ എന്തെങ്കിലും വേണേ അങ്ങോട്ട് ഭിക്ഷക്കാരെ പോലെ ചോദിക്കുക. And even still we are, തരണേ അപ്പാ തരണേ തരണേ. even though we lost our main privileges in our Christian life, still we are worried about our material ഞാൻ needs. ചോദിക്കട്ടെ, നമ്മുടെ വീട്ടിലൊരു ഭിക്ഷക്കാരൻ വന്നാൽ എന്താ കൊടുക്കുക വെച്ചാൽ പേഴ്സിനകത്ത് $100 ഉണ്ട്, 50 ഉണ്ട്, 20 ഇവിടുത്തെ കാര്യം നാട്ടിലേക്ക് ഇവിടെ ആരും വരാറില്ല. 500 ഉണ്ട്, 2000 ഉണ്ട്, 100 ഉണ്ട്, 50 ഉണ്ട്, 10 ഉണ്ട്, 5 ഉണ്ട്, നിങ്ങൾ ഏത് കൊടുക്കും? Now, if someone in Kerala, if a beggar, if he would come to our house, what we will give him? ഏത് കൊടുക്കും? What he will give? ഇപ്പൊ പറയും 2000 കൊടുക്കുമെന്ന് പറയും. 5 കൊടുക്കും അല്ലെ 10 കൊടുക്കും. Yeah, we used to give the minimum amount. ദൈവത്തിന് ഒരു കാര്യം സത്യം, ഈ 10 തൃപ്തനാണ്. But he is satisfied with what you give. ഹലോ, Amen. Yes. ഇല്ലേ? Amen. നമ്മൾ പേഴ്സ് തുറന്ന് 2000 നോട്ടല്ലേ ഇരിക്കുമ്പോൾ അതിനിടയ്ക്കൊന്ന് ഒരു 10 നോട്ട് ഇട്ട് കൊടുക്കുമ്പോ അവന് സന്തോഷമാണ്. ചിലർക്ക് എന്റെ രോഗ സൗഖ്യം വന്നൊക്കെ ഭയങ്കര സന്തോഷമാണ്. പക്ഷെ നിത്യത എനിക്ക് വേണ്ടി ഒരുക്കുന്നത് പറയുമ്പോ അതിന് സന്തോഷിക്കാൻ കഴിയുന്നില്ല. Amen. Amen. Sometimes we become, spiritually, bankrupted, and we cannot rejoice in our eternity, but we always rejoice in the material things when it is fulfilled. ഹല്ലേലൂയ. Amen. Hallelujah. സത്യമല്ലേ ഞാൻ പറഞ്ഞേ? Is it true? മൂന്നാമത് നഷ്ടമായി പോയത് But we lost thirdly. ദൈവജനത്തിന്റെ ബലമാണ് നഷ്ടമായി. We lost our strength in the Lord. നമ്മളെ പോലെ ബലമുള്ളവർ, Amen. നമ്മളെ പോലെ ശക്തിമാന്മാർ Amen. ഈ ലോകത്തിൽ ആരാ ഉള്ളത്? There are no mighty or strong people like a child of God. People of God. ലോകത്തിൽ ഉള്ളവനേക്കാളും വലിയവൻ. Amen. As ഒന്ന് പറഞ്ഞേ, ഈ ലോകത്തിലുള്ളവരെക്കാളും വലിയവൻ എന്റെ അകത്തുണ്ട്, എന്റെ ഉള്ളിലുണ്ട്, എന്നിൽ വസിക്കുന്നുണ്ട്. ഇന്ന് രാത്രി സന്തോഷമുള്ളവർ ദൈവത്തിനെ സ്തുതിച്ചാട്ടെ. we are mightier than anyone in this world because we have one who is greater than one who is in the world. ദൈവജനത്തിന്റെ ശക്തിയുടെ രഹസ്യം എന്താ? What is the secret of a Christian's power? എന്താ? What is the secret of a power of a Christian? ദൈവമാണ്. God himself. Sotram.
നമ്മുടെ ശക്തിയുടെ രഹസ്യം എന്തുവാ? What is the secret of our power? ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ച ദൈവം എന്റെ ഉള്ളിൽ വസിക്കുന്നു. God who created heavens and earth, He is dwelling inside of me. ഹല്ലേലൂയ. Hallelujah. ഞാൻ കേൾക്കട്ടെ, പരിശുദ്ധാത്മാവിൽ നമ്മൾ ആരാധിക്കുമ്പോൾ ലഭിക്കുന്ന ബലം എത്രയാ? You know, when you worship the Lord in the power of the Holy Spirit, how much we are empowered by it. Amen. Amen. ഇന്നങ്ങനല്ല. ഇന്ന് ആരാധിച്ച് നമ്മൾ അങ്ങ് ക്ഷീണിക്കുക. And today we cannot worship the Lord. We are becoming tired and tired because we worship God. എന്താ ഇത്ര ക്ഷീണം? ഇന്ന് ആരാധനയ്ക്ക് പോയി ആരാധിച്ചങ്ങ് ക്ഷീണിച്ചെന്നേ. You know, we used to say that I'm so tired because of continuous worship. അങ്ങനെ ആരെയില്ലാത്തുണ്ടോ? Anyone like that here? ആരാധിച്ച ക്ഷീണമല്ല വരുന്നത്, ആരാധിച്ച ബലം വർദ്ധിക്കുക. When you worship the Lord, you can never become weak, but you will become stronger and stronger because you worship the Heavenly Father. ആമേൻ. പരിശുദ്ധാത്മാവിലൂടെ ലഭിക്കുന്ന ബലം എത്ര വലിയതാണ്. How great is the strength you receive through the power of the Holy Spirit. രണ്ട്, വചനത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന ബലം എത്ര വലിയതാണ്. How great is the power that we receive through the Word of God. പകല് പറഞ്ഞല്ലോ, ഇന്നത്തെ കാര്യം എനിക്കറിയത്തില്ല. ഇവിടെ വന്ന് നിന്നപ്പോ ഭയങ്കര ക്ഷീണം, ഭയങ്കര തളർച്ച. പക്ഷെ വചനമെടുത്തപ്പോൾ ബൂസ്റ്റ് കുടിക്കുന്നത് പോലെ ഉള്ള ഒരു ബലം തന്നെ അകത്ത് വന്നത് കേട്ടില്ലേ? Amen. Whenever we stand by the Word of God, the Word of God will empower you. ഞാനും പറയാം, എന്റെ നാക്ക് എന്റെ അടിമുഴ പൊട്ടിയിരിക്കുക. You know, I have a lot of boils under my tongue. അതെനിക്ക് ഉള്ളൊരു പാരമ്പര്യ കുഴപ്പമാണ്. I used to have it often. നാട്ടിൽ ചില സമയത്ത് എന്റെ വായ്ക്കകത്ത് തുറക്കാൻ പറ്റത്തില്ല. രാവിലെ എഴുന്നേൽക്കുമ്പോൾ വാ തുറക്കാൻ പറ്റത്തില്ല. പക്ഷെ ഞായറാഴ്ച വചനവുമായി ദിവസം നിൽക്കുമ്പോൾ മണിക്കൂറിന് When back in Kerala, I had the same problem, boils under my tongue. Even there are times I could not even open my mouth. But still, on Sunday, when I stand to preach the word of God, hours and hours, I could preach the word. വചനത്തിലൂടെ ലഭിക്കുന്ന ബലം ദൈവജനത്തിന് നഷ്ടമായിട്ടുണ്ടോ? Have you lost your strength that you should receive through the word of God? വചനം കേട്ട് നീ ക്ഷീണിക്കുകയാണോ? വചനം കേട്ട് നീ ബലപ്പെടുകയാണോ? Are you becoming weak by hearing the word, or are you becoming stronger by hearing the word? Hallelujah! 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 Glory! കൃപയിലൂടെ ലഭിക്കുന്ന ബലം നമ്മൾ കേട്ടല്ലോ. And then we heard that we receive the strength through the grace of God. Hallelujah! Hallelujah! സന്തോഷിക്കുന്നതിലൂടെ നമുക്ക് ബലം ലഭിക്കും. When you rejoice in the Lord, the joy of the Lord also your strength. ഞാൻ നിങ്ങളോട് ഒരു സീക്രട്ട് പറയാം. I'm going to tell you something secret. നിങ്ങൾ അന്യഭാഷ ഒന്നും പറഞ്ഞില്ലേലും ആരാധിച്ചില്ലേലും ദൈവസന്നിധിയിൽ സന്തോഷത്തോടെ ഇരുന്നാൽ നിനക്ക് ബലം കിട്ടും. Amen. Even if you don't say anything in the presence of God, even if you have an attitude of joy in the presence of God, the joy of the Lord will give you strength. അത് പിശാചിന് അറിയാം. And Satan knows that. അതുകൊണ്ട് ചിലർ ആരാധിക്കുമ്പോൾ ഇങ്ങനെ മോഹം വിളിപ്പിച്ചിരിക്കത്തുള്ളൂ. സോറി, നെഹമ്യാ 8:10 എന്താ പറഞ്ഞേ? യഹോവയിങ്കലെ സന്തോഷം നമ്മുടെ ബലം. As we read in the book of Nehemiah chapter 8 verse 10, the joy of the Lord is your strength. സഹോദരി, സന്തോഷിക്കുന്ന കാശൊന്നും തരണ്ട. And you don't need to pay money to rejoice in the Lord. സന്തോഷിക്കാമോ? Can you rejoice in the നമ്മൾ Lord? ഇവിടെ സന്തോഷിച്ചില്ല പിന്നെ ഇവിടെ ചെന്നാ സന്തോഷിക്കുന്നു. If you cannot find joy in the presence of God, then you, being a Christian, you cannot find joy in anywhere in the world. ഹല്ലേലൂയ! Amen. ആരാധനയ്ക്ക് വരുമ്പോൾ ഏറ്റവും അടുത്ത് നിൽക്കുന്ന സഹോദരിക്ക് കെട്ടിപ്പിടിച്ച ഒരു ഉമ്മ കൊടുത്തിട്ട് ഒരു ചുംബനം കൊടുത്തിട്ട് അല്ലെങ്കിൽ യഹോവയെങ്കിലും സന്തോഷം നമ്മുടെ ബലമാണെന്ന് പറ. Hallelujah! When you come to worship the Lord, hug someone near to you and say that joy of the Lord is your strength. ഞാൻ ഇത്രയും പറഞ്ഞിട്ടും സന്തോഷിക്കാത്തവർ. Even Hallelujah! 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 നമുക്ക് പ്രാർത്ഥനയിലൂടെ ലഭിക്കുന്ന ബലം എന്തുവാ? what is the strength we receive through the prayer? ഹലോ, Amen. ഞാൻ ഈ ഓരോ വിഷയങ്ങളും
ഒത്തിരി സമയം എടുത്ത് പ്രസംഗിക്കില്ല. പക്ഷെ ഞാൻ എന്റെ വിഷയം മാത്രം പറഞ്ഞാൽ പോവും. പ്രാർത്ഥനയിലൂടെ എന്ത് ലഭിക്കുക വെച്ചാൽ ഞാൻ നിങ്ങളോട് നമ്മൾ വ്യക്തിപരമായിട്ട് ചിന്തിച്ചാൽ മതി. 5 മിനിറ്റ് 10 മിനിറ്റ് പ്രാർത്ഥിച്ചു കഴിയുമ്പോ ക്ഷീണമാണോ ബലമാണോ വരുന്നത്? Let me ask you something. When you pray, ഇന്ന് പകൽ അത് പ്രസംഗത്തിലൂടെ വന്നതാ. when you pray, what do you receive? Strength or weakness? ജഡത്തിന്റെ കാര്യങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ നീ ക്ഷീണിച്ചു പോകും. If you are praying more and more for material things, you will become weak in your prayer. പക്ഷേ നിന്റെ നഷ്ടപ്പെട്ടു പോയ ആത്മീയ സമ്പത്തിനെ കുറിച്ചും നഷ്ടപ്പെട്ടു പോയ പദവിയെ കുറിച്ചും നഷ്ടപ്പെട്ടു പോയ ബലത്തെ കുറിച്ചും ദൈവത്തോട് ചോദിച്ചാൽ നീ പ്രാർത്ഥിച്ചാൽ നിന്റെ ബലം വർദ്ധിച്ചു വർദ്ധിച്ചു വരും. But if you are praying for your spiritual needs, you will become more stronger in your life. ഞാൻ എന്റെ പ്രസംഗത്തിന്റെ ഏറ്റവും ആഴമേറിയ ഭാഗത്തേക്ക് വരാൻ പോവുകയാണ്. അടുത്ത ഭാഗം അടുത്ത ഭാഗം പറയുന്നത് അടുത്ത വാക്യം വായിക്കാമോ? I am coming to the deeper level of my message now. ഇത് പറഞ്ഞിട്ട് പറയാണ്, ആരും ആരും വിടുവിക്കുന്നില്ല. ഹലോ, മടക്കി തരിക എന്ന് ഹലോ ആരും പറയുന്നില്ല. നമുക്കെല്ലാം എന്ത് മതി? ശത്രു മോഷ്ടിച്ചുകൊണ്ട് പോയതും ശത്രു കവർന്നുകൊണ്ട് പോയതും ശത്രു കുഴിക്കകത്ത് ചാടിച്ചതും ശത്രു കാരാഗ്രഹത്തിന്റെ അകത്ത് ഒളിപ്പിച്ചു വെച്ചതും ഒന്നും ആർക്കും വേണ്ട. So we don't ask to get it back. We don't reclaim it what you lost in life. Even Satan took it and put in the pit. It put in the cave, but you are not asking it back. ഇന്ന് രാത്രി നിങ്ങൾ തന്നെ ചിന്തിച്ചാൽ മതി. നഷ്ടപ്പെട്ടു പോയ കൃപ, നഷ്ടപ്പെട്ടു പോയ സന്തോഷം, നഷ്ടപ്പെട്ടു പോയ ബലം മടക്കി തരണമെന്ന് പ്രാർത്ഥിച്ചിട്ട് എത്ര നാളായി? How many of you could say in the presence of God, how many times you prayed, God, I need back what I lost in my spiritual life. God, give me back what I lost in my spiritual life. നമ്മുടെ പ്രാർത്ഥനയുടെ ലെവൽ മാറട്ടെ പ്രിയമുള്ളവരെ. Let there be change in the realm of our prayer life. Hallelujah. Hallelujah. കർത്താവേ, ദൈവസഭയ്ക്ക് നഷ്ടപ്പെട്ടു പോയ ആത്മീയ അനുഗ്രഹങ്ങൾ മടക്കി തരണമേ. Amen. How many of you can cry out tonight, God, give back the spirit of prayerfulness to the church? ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ ആരും പ്രാർത്ഥിക്കാതെ ഈ കസേരകൾ മുഴുവൻ നിറയും. Even if you don't pray, God could still fill these empty chairs. നമ്മൾ ബലഹീനരായിരിക്കുമ്പോൾ, നമ്മൾ ക്ഷീണിതരായിരിക്കുമ്പോൾ, നമ്മൾ ശക്തിയില്ലാതായിരിക്കുമ്പോൾ ഇതിനകത്ത് വന്നിട്ട് എത്ര കൊടുക്കാനാ? But if you are weak in our spiritual life and prayer life, what the others could do when they come to the church? ആമേൻ. ആദ്യം നീ മടക്കി പ്രാപിക്കുക. First, we need to claim our spiritual life, prayer life back. നിന്റെ കുഞ്ഞുങ്ങൾ മടക്കി പ്രാപിക്കാൻ പ്രാർത്ഥിക്കുക. First of all, we need to pray for our children to come back to their spiritual life. നിന്റെ ജീവിത പങ്കാളി അതിലേക്ക് മടങ്ങി വരാൻ പ്രാർത്ഥിക്കുക. You need to pray that your life partner would come back to their spiritual life. നമ്മുടെ സഭ അതിലേക്ക് മടങ്ങി വരാൻ പ്രാർത്ഥിക്കുക. We need to pray that our church should come back to the spiritual life and vigor and enthusiasm. ഹല്ലേലൂയ. Hallelujah. പെട്ടെന്ന് വായിച്ചാട്ടെ. യോവേൽ പ്രവചനം 2-ാം അധ്യായം 23 മുതലുള്ള വാക്യം വേഗം വായിച്ചാട്ടെ. Can you please read Joel 2:23? Joel 2:23. Joel 2:23. 28 വരെ വായിച്ചാട്ടെ. Through 28. Yeah. ഞാൻ സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും. 23 onwards. സിയോൻ മക്കളെ, ഘോഷിച്ചുല്ലസിച്ച് നിങ്ങളുടെ ദൈവമായ യഹോവയിൽ സന്തോഷിക്കുവിൻ. അവൻ തക്ക അളവായി മുൻമഴ തരുന്നു. അവൻ മുമ്പേ പോലെ നിങ്ങൾക്ക് മുൻമഴയും പിന്മഴയുമായി വർഷം പെയ്ച്ചു തരുന്നു. അങ്ങനെ കളപ്പുരകൾ ധാന്യം കൊണ്ട് നിറയും, ചക്കുകൾ വീഞ്ഞും എണ്ണയും കൊണ്ട് കവിയും. എന്നാൽ നിങ്ങളുടെ ഇടയിൽ അയച്ചിരിക്കുന്ന എന്റെ മഹാസൈന്യമായ വെട്ടുക്കിളിയും വീട്ടിലും തുള്ളലും പച്ചപ്പുഴുവും തിന്നുകളഞ്ഞ സംവത്സരങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് ഭാരം നൽകും. നിങ്ങൾ വേണ്ടുവോളം തിന്ന് തൃപ്തരായി. നിങ്ങളോട് അത്ഭുതമായി പ്രവർത്തിച്ചിരിക്കുന്ന നിങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ സ്തുതിക്കും. എന്റെ ജനം ഒരു നാളും ലഭിച്ചു പോകുകയില്ല. ആമേൻ. ആമേൻ. വളരെ പ്രാർത്ഥനയോടെ ഇരിക്കണേ. Please be in a prayerful attitude.
1:4 നമ്മൾ വായിക്കുന്നു. 1:4 You know, when you read Joel 1:4, തുള്ളൻ ശേഷിപ്പിച്ചത് വെട്ടുക്കിളിൽ നിന്നു. you know what the locust left, the swarming locust has eaten. വെട്ടുക്കിളി ശേഷിപ്പിച്ചത് വിട്ടിൽ നിന്നു. What the swarming locust has left, the creepy locust has eaten. വിട്ടിൽ ശേഷിപ്പിച്ചത് പച്ചപ്പുഴു നിന്നു. And what the creeping locust has left, the stripping locust has eaten. നമ്മളിവിടെ വായിച്ചത് ദൈവത്തിന്റെ മഹാസൈന്യത്തെ ദൈവം അയച്ചതാ. You know, this you know, Joel 1:4 talking about God's mighty army sent against the people of God. നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്താ? What we are praying. കർത്താവേ, എവിടുന്നോ ഒരു തുള്ളം വന്നു, യേശുവിന്റെ നാമത്തിൽ അതിനെ ഓടിക്കുക. ആരാ അയച്ചത്? You know, when you are suffering with it, the locust, the problem, you say, the God, someone send me a problem in my life, you take it away. Who sent it? ആരാ അയച്ചേ? Who sent this locust? ആരാ അയച്ചേ? എന്റെ സൈന്യമാണ് എന്നാ കർത്താവ് പറഞ്ഞത്. It is God's army. It is God's army. ഞാൻ അയച്ചതാണ്. I send it. God said, I send it. തുള്ളൻ ഇത് ഒരു ജീവിയാ. ഒരു ജീവിയുടെ 4 ഘട്ടങ്ങളാ. You know, this old swarming or creeping locust, it all belongs to one species. വിവരിക്കാൻ സമയമില്ലാത്തതുകൊണ്ടാ. I mean, I have no time to explain. തുള്ളൻ എന്ന് പറഞ്ഞാൽ ഒറ്റക്കൊറ്റയ്ക്കേ വരത്തുള്ളൂ. You know, when you read the gnawing locust means it will come one by one. അവൻ എന്താ ചെയ്യുന്നറിയോ? വന്ന ഉടനെ തലയിലെല്ലാം ഒന്ന് കട്ട് ചെയ്ത് വെട്ടി വെക്കും. You know, once the gnawing locusts come, it would eat the tender parts of the plants. നിന്നെ ഒരു സ്റ്റെപ്പ് വിട്ട് മേലോട്ട് വളരാൻ അനുവദിക്കത്തില്ല. You know, it will eat all the sprouting, tender, the pieces, so that it won't allow you to, sprout out. It won't allow you to grow. പലരും ചിന്തിച്ചു നോക്കി, 15 കൊല്ലമായി വന്നിട്ട് ഇതുവരെയും ഒരു സ്റ്റെപ്പ് മേപ്പോട്ട് കയറാൻ പറ്റിയിട്ടില്ല. You know, you've been to Christ for last 15 years, but you could not even, grow to the next realm of your spiritual life. അന്ന് പറഞ്ഞ അന്യഭാഷ കൊണ്ട് എപ്പോഴും ഇരിക്കുക. Even you have the same spiritual gifts in your life. എന്താണെന്നറിയോ? Why? മറ്റോ വന്ന് വെട്ടി വിട്ടു. And the gnawing locust, has cut the growing parts of your life. നമ്മൾ ചെടികളൊക്കെ മുറിച്ച് നിർത്തത്തില്ലേ? നീ മേപ്പോട്ട് വളരാൻ ഇത്രയും വന്നാൽ മതി. And you need to trim our plants so that it would have a minimal growth. അതിനുശേഷം എന്താ വരുന്നത് അറിയാമോ? വെട്ടുക്കിളി കൂട്ടമായിട്ടാ വരുന്നത്. After that, സംഖ്യമായിട്ട് വരും. second, after knowing the locust, it comes the swarming locust. ഈ വെട്ടുക്കിളി ആദ്യം തുള്ളൻ വന്നത് നീ തിരിച്ചറിഞ്ഞ് അതിന്റെ മേൽ ജയം എടുത്തില്ലെങ്കിൽ കൂട്ടമായി വെട്ടുക്കിളി വരും. Once you face the first obstacle in your spiritual growth, and if you don't take notice of it, then you will have the greater danger that will stand against your spiritual growth. വെട്ടുക്കിളി വന്നെന്ന് ചെയ്യുന്നറിയാമോ? പച്ചയായത് മുഴുവനും തിന്നുകളയും. And the swarming locust would come and eat all the greenery of this tree. അതുകൊണ്ടാണ് നമുക്ക് സന്തോഷിക്കാൻ കഴിയാത്തത്. That's why we cannot rejoice in the Lord. അല്ല, വചനം കിട്ടാഞ്ഞിട്ടല്ല. It is not because we lack the word, but we cannot rejoice. ആത്മീയമായതെല്ലാം എന്ത് ചെയ്തു? വെട്ടുക്കിളി വന്ന് വെട്ടിക്കളഞ്ഞു. Everything that is spiritual has been eaten by the swarming locust. ആമേൻ. Amen. അടുത്തെന്താ വരുന്നേ? What comes next? വിട്ടിൽ വരുന്ന ഞാൻ കണ്ടിട്ടുണ്ടോ? How the creeping locust comes. പറക്കാനൊന്നും അറിയത്തില്ല. It is creeping, it cannot fly. അതിങ്ങനെ ഇഴഞ്ഞിഴഞ്ഞ് ചാടി വരും. And it will just creep inside. ഇതിന്റെ ജോലി എന്നറിയോ? What's its duty? ഇതിന്റെ തടിയൊക്കെ തിന്നുക. തൊലി അത് ഇലയും നാമൊന്നുമില്ല. It would eat the main part of the tree, the skin part. ഇപ്പൊ തിന്നാൻ എന്താ ഉള്ളൂ? പുറംതൊലി. Yeah, the skin part of the tree. അത് തിന്നു. Because already the leaves were eaten. അടുത്ത പുള്ളി പുറകെ വരുന്നുണ്ട്. The final army is coming, stripping locust. പച്ചപ്പുഴു എന്താ പുള്ളിയുടെ സ്വഭാവം അറിയോ? The stripping locust. പുള്ളി ഇതെല്ലാം തിന്നതിന്റെ അകത്ത് ഈ വൃക്ഷത്തിന്റെ അകത്ത് കയറി ഇങ്ങനെ ഇരിക്കും. And the stripping locust would enter into the tree, the wood. ആ ഹോളിന്റെ അകത്തോട് തല പുറത്തോട്ട് ഇരിക്കുക. ഏതെങ്കിലും ഒരു പച്ചയില ഇനി പൊങ്ങി വന്നാൽ അതിനെ വെട്ടാൻ നിൽക്കുക. And the stripping locust would put his head out, that if there is any sprout greenery come out, it would eat and finish it. എത്ര പേര് തിരിച്ചറിയുന്നുണ്ട്? I mean, if you understand this. നീ അറിയത്തില്ല നിന്റെ കൃപ പോകുന്നതും നിന്റെ ശക്തി പോകുന്നതും നിന്റെ ആത്മീയം പോകുന്നതും നീ അറിഞ്ഞിട്ട് പോലും Even you are not aware about how you lost your spiritual gift and spiritual talents in your life. ഇന്ന് രാത്രി കർത്താവ് വന്നാൽ എടുക്കപ്പെടും. എത്ര പേർ ഉറപ്പുണ്ട്? How many of you are hopeful that you would be taken up if God comes tonight? ഹല്ലേലൂയ. Hallelujah. Glory. കർത്താവ് പറയുന്നത് ശത്രു തിന്നു കളഞ്ഞ സംവത്സരങ്ങൾക്ക് ഞാൻ
2:25 says that I will give you the lost years back. ഹല്ലേലൂയ Hallelujah. ഹല്ലേലൂയ ഹല്ലേലൂയ. നിന്നെ ഈ പരുവത്തിൽ ഇട്ടിട്ട് പോകുന്നവനല്ല ഞാൻ. നിന്നെ വീണ്ടെടുക്കുവാൻ, നിന്നെ പുനഃസ്ഥാപിക്കുവാൻ, നിന്നെ മടക്കി വരുത്തുവാൻ എനിക്ക് പദ്ധതിയുണ്ട്. I won't leave you as you are today, but I will bring you back. I will restore you. ഹല്ലേലൂയ Amen. ഹല്ലേലൂയ. Hallelujah. അവിടെ പകരം നൽകും എന്ന് പറഞ്ഞാൽ അതിന്റെ മൂലഭാഷയിൽ യഥാസ്ഥാനപ്പെടുത്തുമെന്നോ. The Hebrew word used there to mean restoration. Restoration means give back. ശിരോയി വസ്തുത ഗ്രീക്ക് പറഞ്ഞു. ഞാനൊരു ഗ്രീക്കൊക്കെ പറഞ്ഞോളാം ഇടയ്ക്ക്. Amen. Hallelujah. അപ്പോക്കാസ് എനിക്ക് തിരിച്ചൊക്കെ പറയാൻ പോലും പറ്റത്തില്ല. അപ്പോക്കാസ്റ്റാസിസ് എന്ന് പറയും. The word used there for the restoration means giving back. ഇന്ന് ദൈവത്തിന്റെ അക്സെപ്റ്റബിൾ ടൈമിനെ കുറിച്ച് പറഞ്ഞു. ഡെക്ടോസ് എന്നാണ് വാക്ക്. Amen. The word used there for detos. ആമേൻ. അപ്പോൾ ദൈവത്തിന്റെ ഈ സന്ദർശനകാലം യഥാസ്ഥാനപ്പെടുത്തുന്ന കാലം ഉണ്ട്. അന്ന് സ്വർഗ്ഗം പറയുന്നു, ഞാൻ നഷ്ടമായി പോയതിനെ മടക്കി വരുന്നു. As we read in 2:25, God says that I will make up to you for the years that you have lost. ആമേൻ. പകരം കണ്ടല്ലോ, ഇതാകുന്നു സുപ്രസാദകാലം, ഇതാകുന്നു രക്ഷാ ദിവസം. As we heard today, this is the time of acceptance. This is the day of salvation. ഇന്ന് രാത്രി ഉറപ്പോടെ പറയാം, ദൈവജനത്തിന് മടങ്ങി വരുവാനുള്ള സമയം ഇതാണ്. This is the important time. These are the important times that we should come back. ഹല്ലേലൂയ. Hallelujah. നാല് കാര്യങ്ങൾ പുനഃസ്ഥാപിക്കുന്നുണ്ട്. നാല് കാര്യങ്ങൾ. There are 4 things God restores in the lives of people. വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കാം. Let me say it in a speedy way. ഒന്നാമത് ആദ്യം പറയുന്നു, ഞാൻ എന്തെല്ലാം തുള്ളലും വെട്ടുക്കിളിയും പച്ചപ്പുഴും വിട്ടിലും തിന്നു തീർത്തോ അതെല്ലാം ഞാൻ നിങ്ങൾക്ക് പുനഃസ്ഥാപിച്ചു തരും. Number 1, I will restore all the years that you lost in your life. ഭൗതികമായത് നഷ്ടപ്പെട്ടതിനെ ഓർത്ത് നീ ഭാരപ്പെടേണ്ട. ദൈവത്തിന്റെ ആ കൈറോസ് സമയത്ത് ദൈവം അത് നിനക്ക് മടക്കി തരും. You don't need to worry about what you lost in your life, material things. God will give you, God will restore it in His time. അതല്ല പ്രധാന കാര്യം. But that is not more important. അവിടെ എഴുതിയിട്ടുണ്ട്, രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ദൈവം അവരുടെ ഇടയിൽ, അവരുടെ നടുവിൽ വീണ്ടും വന്നു എന്നുള്ളതാണ്. And secondly, more importantly, the presence of God came back to His people. അവിടെ എങ്ങനെ എഴുതിയിരിക്കുന്നത്? What is written there? ഒന്ന് വായിച്ചേ. ഞാൻ ഞാൻ ഇസ്രായേലിന്റെ ഇസ്രായേലിന്റെ നടുവിലുണ്ട്. It says that I am in the midst of Israel. ഇന്ന് രാത്രി മറ്റൊന്നും ഇല്ലെങ്കിലും എന്റെ ദൈവം എന്റെ കുടുംബത്തിൽ, എന്റെ സഭയിൽ, എന്റെ കുഞ്ഞുങ്ങളിൽ എന്റെ ദൈവം ഉണ്ട്. Amen, 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 amen. ഹല്ലേലൂയ. God is in our midst. God ഹല്ലേലൂയ. is in our midst. ആമേൻ. Amen. Amen. എത്ര പേര് ഇതിൽ വിശ്വസിക്കുന്നു? How many of you believe that the more important thing in our life that God's presence is with us? ദൈവം ഈ സഭയുടെ നടുവിലുണ്ടെന്ന് എത്ര പേര് ആത്മാർത്ഥമായി വിശ്വസിക്കുന്നുണ്ട്? How many of you sincerely believe that God is there in our midst in the church? ഹല്ലേലൂയ. ഹല്ലേലൂയ. Good. വിശ്വാസമായിട്ടില്ല. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പൊ ഇങ്ങോട്ട് കയറി വന്നു നിന്നാൽ നിങ്ങളൊക്കെ എങ്ങനെയായിരിക്കും ഭാവം? We need to understand the importance of God's presence, because we can distinguish the presence of the primary people in our country, like our president. അദ്ദേഹം ഇവിടെ വന്ന് നമ്മൾ നോക്കിയിട്ട് ചിലരോട് പറയുകയും പോകാൻ പറയും. If he would come here. നമ്മുടെ ഈ വലിച്ച ഹലോ, രാത്രി ദൈവം ഇതിന്റെ നടുവിലുണ്ട്. More important thing in our life is that His presence is in our midst. അതിന്റെ വാക്കെന്തറിയോ? എന്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകത്തില്ല. ഇന്ന് രാത്രി ഉറപ്പോടെ വിളിച്ചു പറ, ഹല്ലേലൂയ. നിന്നെ ലജ്ജിപ്പിക്കുവാൻ, ദേശത്തെ ലജ്ജിപ്പിക്കുവാൻ, ഭവനത്തിൽ ലജ്ജിപ്പിക്കുവാൻ, സഭയിൽ ലജ്ജിപ്പിക്കുവാൻ ശത്രുക്കളുടെ വരത്തോടെ എഴുന്നേറ്റ് വന്നാലും എന്റെ ദൈവം എന്നെ ഒരു നാളും
presence is in our midst, we will never put to shame. We will never put to shame because He is in our midst. ആമേൻ. Amen. എന്തുകൊണ്ടാ എന്റെ ജനം ലജ്ജിച്ചു പോകത്തില്ലെന്ന് പറഞ്ഞത്? Now why it says that my people will never put to shame? ബാങ്കിൽ ഡോളർ ഉള്ളതുകൊണ്ടാണോ? It's not because we have good account in the bank. എന്താ? Why? എന്റെ ദൈവം എന്റെ നടുവിലുണ്ട്. My God is in our midst. എന്റെ ദൈവം എന്റെ കുഞ്ഞിൽ, എന്റെ തലമുറയിൽ എന്റെ ദൈവം ഉണ്ടെങ്കിൽ അവൻ എവിടെ പോയാലും അവൻ ലജ്ജിച്ചു പോകുവാൻ എന്റെ സ്വർഗ്ഗം അനുവദിക്കില്ല. If God's presence is in my child, in my children, my child will never put to shame. ഹല്ലേലൂയ. Hallelujah. ഒന്ന് ഭൗതിക നന്മകൾ മടക്കി തരും. God will restore our, material things. രണ്ട് ദൈവ സാന്നിധ്യം ദൈവജനത്തിന് നടുവിൽ മടക്കി തരും. And God will restore His presence to His people. മൂന്ന് 29 വാക്യം വായിച്ചേ. Please read 29. ദാസന്മാരുടെയും അതിനുശേഷമോ ഞാൻ സകല ജഡത്തിന്മേലും ആ. എന്റെ ആത്മാവിനെ പകരും. ഒന്ന് ശ്രദ്ധിക്കണേ. വായിച്ചോ. ഞാൻ സകല ജഡത്തിന്മേലും ആ. എന്റെ ആത്മാവിനെ പകരും. ആ. നിങ്ങളുടെ പുത്രന്മാരും ആ. പുത്രിമാരും പ്രവചിക്കും. ആ. നിങ്ങളുടെ വൃദ്ധന്മാർ ആ. സ്വപ്നങ്ങളെ കാണും. ആ. നിങ്ങളുടെ യൗവനക്കാർ ആ. ദർശനങ്ങളെ ദർശിക്കും. ആ. ദാസന്മാരുടെ മേലും ആ. ദാസിമാരുടെ മേലും കൂടെ ഞാൻ ആ നാടുകളിൽ എന്റെ ആത്മാവിനെ പകരും. ഹലോ. Amen. Amen. വെട്ടുക്കിളിയും പച്ചപ്പുഴവും വിട്ടിലും തിന്നു കളഞ്ഞത് യോവേൽ 1:4 ആ പ്രവചനം നിവർത്തിയായത് അപ്പോസ്തല പ്രവൃത്തി 2-ാം 28-ാം വാക്യത്തിലാ. Amen. All these prophecies were fulfilled. We see in the book of Acts chapter 2. ഹല്ലേലൂയ. Hallelujah. 2:16 അപ്പോസ്തല പ്രവൃത്തി 2:16 വായിച്ചേ. When you read Acts chapter 2 verse 16, you could see that all the prophecies that God made to the people during in the book of Joel fulfilled on the day of Pentecost. ഇത് യോവേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതത്രേ. ആ. അതെന്തെന്നാൽ ആ. അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. ആ. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങൾ ദർശിക്കും. ആ. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. ആ. എന്റെ ദാസന്മാരുടെ മേലും ആ. ദാസിമാരുടെ മേലും കൂടെ ആ. ഞാൻ ആ നാളുകളിൽ എന്റെ ആത്മാവിനെ പകരും. യോവേൽ 2:28 പ്രവാചകൻ പറഞ്ഞു, സ്തോത്രം, അതിന്റെ ശേഷമോ, ഏതിന്റെ ശേഷം? ഞാൻ അത് നഷ്ടപ്പെട്ടു പോയതിനെ പുനഃസ്ഥാപിച്ചതിന് ശേഷം, നിന്റെ ദൈവത്തെ നിന്റെ നടുവിൽ തിരികെ വരുത്തിയതിനു ശേഷം ഞാൻ സകല ജഡത്തിന്റെ മേലും എന്റെ ആത്മാവിനെ പകരും. After restoring, God's presence, after restoring the material things, God prophesied to the people, promised the people that afterwards I would give my spirit upon every flesh. Glory. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ 120 പേരാ മലമുടിയിരുന്നത്. When you read Acts chapter 2, there were 120 people waiting for the coming of the Holy Spirit. എത്ര പേര് ആത്മാവിൽ നിറഞ്ഞു? How many people were filled by the Holy Spirit's power? പിന്നെ എന്തുകൊണ്ടാണ് നമ്മുടെ സഭയിൽ എല്ലാവരും നിറയാത്തതെന്ന്? All people on the day of Pentecost, as the fulfillment of prophecy of Joel, everyone, those who waited for the Lord, the Spirit filled by the Holy Spirit. But why can't we be filled by the Holy Spirit? മടക്കി തരാൻ ചോദിക്കാമോ? Can you ask God to give back the power of the Holy Spirit in the church? നിന്റെ വാഗ്ദത്തമാണ്. God, it's your promise. സകല ജഡത്തിന്റെ പേര് On every flesh, on every person, എന്റെ ആത്മാവിനെ ഞാൻ പകരും. I will pour out my spirit. ഇവിടെ പകരുമെന്ന വാക്ക് ഗ്രീക്കിൽ കൊടുത്തിരിക്കുന്നത് അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? What's the Greek meaning for the pouring out? ഫ്ലഡ് എന്ന ഫ്ലഡ്, വെള്ളപ്പൊക്കം, You know, അല്ലെങ്കിൽ ഓവർഫ്ലോ. it's like immeasurably or without limit flooding. തുള്ളി തുള്ളി കൊടുക്കുന്നല്ല, It's not sparingly giving. Amen. നീന്തിയിട്ടല്ലാതെ കടക്കാൻ കഴിയാത്ത ഒരാത്മാവിന്റെ പ്രവാഹത്തിലേക്ക് ദൈവത്തിന്റെ സഭയെ ദൈവം നടത്തും. Now God will lead the church to a river of the Holy Spirit where we could only swim to cross. ആമേൻ. Amen. Amen. എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? How many of you are desire for that? ഈ ലോകത്തിന്റെ സമ്പത്തോ
ഈ ലോകത്തിന്റെ മാനമോ ഈ ലോകത്തിന്റെ കീർത്തികളോ എനിക്ക് വേണ്ട. നീ വാഗ്ദത്തം ചെയ്ത പരിശുദ്ധാത്മാവിനെ എന്റെ മേലും എന്റെ തലമുറയുടെ മേലും നീ അയച്ചാൽ മതി കർത്താവേ. How many of you are praying and desiring for that? God, I don't need anything in this world, anything material, but I need your spirit to be poured upon me and my children and to my church. വാഗ്ദത്തത്തെ ഒന്ന് മുറുകെ പിടിക്കാമോ? How many of you can hold this, promise of God in your life? ഹല്ലേലൂയ. Hallelujah. നിന്റെ സന്തതിയുടെ മേൽ Amen. This is the promise that God would pour out His Spirit upon your children. Amen. Amen. നിന്റെ പുത്രന്മാരും നിന്റെ പുത്രിമാരും പ്രവചിക്കും. Your sons and your daughters will prophesy. നടക്കുമോ? Is it possible? എത്ര പേര് ഇത് ആത്മാവിൽ കാണുന്നുണ്ട്? How many of you can see that one in spirit? എത്ര പേര് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്? How many children, how many young ones desiring for that? God, I need to be filled by your Holy ഹല്ലേലൂയ. Hallelujah. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ കാണും. Your young ones will have the visions. നിന്റെ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും ഞാൻ എന്റെ ആത്മാവിനെ പകരും. I will pour out my spirit upon you and servants. Amen. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? സകല ജനത്തിന്റെ മേലും ആത്മാവിനെ പകരുമെന്ന് പറഞ്ഞിട്ട് പറയുക, എന്റെ ദാസന്മാരുടെ മേലും എന്റെ ദാസിമാരുടെ മേലും ഞാൻ എന്റെ ആത്മാവിനെ പകരും. And finally, God says that even on the bond slaves of me, I will pour my spirit. ഹല്ലേലൂയ. പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ദൈവസഭയുടെ യഥാസ്ഥാപനത്തിന്റെ നാളുകൾ വന്നിരിക്കുന്നു. I strongly believe that these are the time of when God is going to re-establish our church. ഹല്ലേലൂയ. Amen. വിശ്വസിക്കുന്നു. വിശ്വസിക്കുന്നു. Amen. Oh, if you believe, praise God. Hallelujah, hallelujah. That the soul stand together in the presence of God. നമ്മൾ എഴുന്നേറ്റ് ആരാധിക്കാൻ പോവാ. And we are going to stand in the presence of God and worship the Lord. ഒറ്റ കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് ആരാധിക്കാം. And I want to tell you something finally. എന്റെ വിഷയത്തിന് പകുതി പോലും ആയിട്ടില്ല. And I could not preach my sermon fully. ആമേൻ. Amen. ഒന്ന് ഭൗതികമായ നഷ്ടപ്പെട്ടതിനെ എല്ലാം പുനഃസ്ഥാപിക്കപ്പെടും. Number one, I said that all that you lost materially will be restored. രണ്ട്, നിന്റെ നടുവിൽ നിന്റെ ദൈവം മടങ്ങി വരും. God's presence will be restored. മൂന്ന്, സകല ജഡത്തിന്റെ മേലും ഞാൻ ഇന്ന് രാത്രി അത് വിശ്വസിക്കുകയാണ്, ഇവിടെ ഇരിക്കുന്ന സകല ജനത്തിന്റെ മേലും എന്റെ ആത്മാവിനെ പകരുമെന്ന് അവൻ വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിവർത്തിക്കുവാൻ അവൻ ശക്തൻ. I strongly believe that God would pour out His Spirit upon everyone, those who are sitting here in the presence of God. ആമേൻ. Amen. എന്റെ കുഞ്ഞ് പ്രവചിക്കുമെന്ന് വിശ്വസിക്കുന്ന എത്ര മാതാക്കൾ? How many of you believe that my children would prophesy? കർത്താവേ, അത് കണ്ടിട്ട് എന്റെ കണ്ണടയാവൂ. God, before I leave this world, I want to see my children prophesying by the power of your Holy Spirit. ചില യശാവുമാർ ദൈവസഭയ്ക്ക് എഴുന്നേൽക്കട്ടെ. Amen. ആമേൻ. Amen. ദൈവസ്കേലുമാർ ദൈവസഭയിൽ എഴുന്നേൽക്കട്ടെ. Let there be prophets like Isaiah and Ezekiel. ദാനിയേലുമാർ ദൈവസഭയിൽ എഴുന്നേൽക്കട്ടെ. Let there be prophets like Daniel. മൂന്നാം നൂറ്റാണ്ട് ദൈവത്തിന്റെ ആരാധന പറയുന്നു. ദൈവസഭയിൽ എഴുന്നേൽക്കട്ടെ. Let there be children, standing in the presence of God and prophecy. ശബദാധികാരികളുടെ വസിയ. ഭാരതങ്ങളുടെ
രഹസ്യം യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി കൈവരുകയാണ്. Amen, amen. We proclaim the victory in the name of Jesus. അപ്പോസ്തലപ്രവൃത്തി 3-ാം അധ്യായം 21-ാം വാക്യത്തോടെ വായിച്ചപ്പോൾ അവസാനിപ്പിക്കും. Amen. Acts chapter 3 verse 21. Let us read that and we will conclude. ദൈവം ലോക ആരംഭം മുതൽ തന്റെ വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തതൊക്കെയും യഥാസ്ഥാനത്താകുന്ന കാലം വരുമ്പോൾ മതി മതി Amen. ശ്രദ്ധിക്കണേ. ലോക ആരംഭം മുതൽ Hallelujah. From the beginning of this world, ദൈവം അരുളി ചെയ്തിട്ടുള്ളതെല്ലാം Amen. all that he proclaimed, യഥാസ്ഥാനപ്പെടുന്ന ഒരു കാലം. these are the time God is going to re-establish those things. രാത്രി വിശ്വസിക്കുന്നുണ്ട്. Amen. How many of you believe these are the times of re-establishment? എന്റെ യേശു കർത്താവ് മടങ്ങി വരുമ്പോൾ When my Jesus comes back, അവൻ സകലവും യഥാസ്ഥാനപ്പെടുത്തും. he will restore all things. ഹല്ലേലൂയ. ആദാമിന് നഷ്ടപ്പെട്ടതെല്ലാം എന്റെ കർത്താവ് മടക്കി തരും. Whatever the Adam lost in the garden, God will restore. ആമേൻ. Amen. ഭൗതികമായത് അവൻ മടക്കി തരും. God will restore what we lost materially. ആത്മീയമായത് അവൻ മടക്കി തരും. God will restore what we lost spiritually. ആത്മാവിനെ അവൻ മടക്കി തരും. God will give back the Holy Spirit upon us. നഷ്ടപ്പെട്ട മഹത്വം അവൻ നമുക്ക് മടക്കി തരും. And God will restore His glory in our midst. എല്ലാവരും ഒരുമിച്ച് എഴുന്നേറ്റ് നിന്നോട്ടെ. Can you please stand with me? ഹല്ലേലൂയ. Hallelujah. മഹത്വം പ്രാപിക്കാനാണ് നമ്മളെ വിളിച്ചത്. God has called us to receive His glory. ഹല്ലേലൂയ. Amen. ഹല്ലേലൂയ. Amen. അതിനിടയ്ക്ക് പിശാച് പലത് കൊണ്ടുവന്ന് അല്ലേ മഹത്വം പ്രാപിക്കാതിരിക്കുവാൻ ലോകത്തിന്റെ ചിന്തകളും ജഡത്തിന്റെ ഇഷ്ടങ്ങളും നിന്റെ ജീവിതത്തിൽ കൊണ്ടുവന്ന് നിന്റെ മഹത്വത്തെ ഇല്ലാതാക്കുവാൻ ശ്രമിക്കുമോ? എന്റെ ദൈവം മടങ്ങി വന്ന് മഹത്വം എനിക്ക് യഥാസ്ഥാനപ്പെടുത്തി തരും. And God will restore His glory in our midst, in the people of God. സഹോദരന്മാരെ മുന്നോട്ട് വന്നാട്ടെ. And can you please come? Those who are singing, can you please come forward? എല്ലാ കണ്ണുകളും ദൈവത്തിൽ അടച്ചാൽ And all eyes closed in the presence of God. ദൈവത്തിന്റെ വാഗ്ദത്തം അന്ത്യകാലത്ത് എന്റെ ആത്മാവിനെ ഞാൻ തരുമെന്ന്. I know it is God's promise that I will pour out my spirit upon every flesh. നിന്റെ പുത്രന്മാര് പ്രവചിക്കും, നിന്റെ പുത്രിമാര് പ്രവചിക്കും, നിന്റെ യൗവനക്കാർ ദർശനം കാണും. അത് ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. Your sons and daughters will prophesy. It is a promise of God. കർത്താവേ, ഞങ്ങളുടെ സഭയിൽ അത് നിവർത്തിക്കപ്പെടട്ടെ. Hallelujah. God, let it happen in our church. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah.